ഇതിപ്പോ അവിടുന്ന് മിക്കവാറും ഊരിപ്പോവും തുണി. ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണ് കാണാൻ പോവാണ്. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടുന്ന എന്റെ ബെസ്റ്റ് ആയ മസ്താനി തീരുമാനിക്കും ഞാൻ പെണ്ണിനെ കെട്ടണോ വേണ്ടെന്നൊക്കെ. ആ മസ്താനി പറഞ്ഞാലേ ഞാൻ പെണ്ണിനെ കെട്ടുള്ളൂ. പാട്ട് കേട്ടെന്ന് പറയണു. ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ മാറി നിന്ന് സംസാരിച്ചോട്ടെ. റൊമാൻറ്റിക് സംസാരിക്കാൻ ഞാന് ഒരു മരട്ടെ വിശദമായിട്ട് കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ തീരുമാനിച്ചാൽ പടം അനുഭവം മോനുണ്ടാവും. അത് നോക്കി നോക്ക്. നടത്തിക്കണം. മോൾക്കൊരു കുഴപ്പമില്ല, മസ്താനിക്ക് എന്തൊരു കുഴപ്പമില്ല. നമുക്ക് രണ്ടു കൂട്ടർക്കും ഇഷ്ടമായ നിലക്ക് ഈ കാര്യം ഉറപ്പിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. മണവാളൻ അല്ലാതെ ഇതിപ്പോ ഇവിടെ വന്ന് എടുക്കണോ? അപ്പൊ ഇവിടെ വന്ന് എടുക്കണോ? ഇവിടെ വന്ന് എടുക്കണം. ഒന്നും ചെയ്യരുത്, ഇത് ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇതെന്താ ഞെരിയാണ് മറ്റിതാ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് വരട്ടെ ഈ മുണ്ട്. കല്യാണത്തിന് പെണ്ണ് കാണാൻ പോണ അംഗം വിട്ടല്ലേ ആദ്യമായിട്ട് തുണി എടുക്കണേ. ഇതിപ്പോ അവിടുന്ന് മിക്കവാറും ഊരിപ്പോവും തുണി. കൊല പഠിപ്പിക്കാൻ പിന്നെ ഇവിടെ കൊറേ കൂടും. ഇത് ഇവിടെ ചുരുട്ടി പിടിച്ചോ. അതന്നെ കറക്റ്റ് ഇത് ചുരുട്ടി മാറ്റിട്ട് കറക്റ്റായി. ഇത് മതി, മതി. ഇപ്പൊ സെറ്റായി. ഇപ്പൊ എത്ര മതി? മതി, റെഡിയായി. നീ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചാല് റെഡിയായി. അപ്പൊ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണ് കാണാൻ പോവാണ്. അതല്ലേ ആഗ്രഹമുണ്ടോ? അപ്പൊ അങ്ങനെ എല്ലാരും ഉണ്ട്. മക കൊറേ പെണ്ണ് കാണുന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാ, ഇന്നിപ്പോ എല്ലാരും പെണ്ണ് കാണാതാ. ഉപ്പ വാ, മുബാറക്ക് വാ, പോരെ. അങ്ങനെ എല്ലാരും എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ മസ്താനി ഒക്കെ എന്ത് ചെയ്ത് കൈ തരുന്നേ അവാർഡ്. അപ്പൊ എന്ത് നമ്മൾ ഇനി പെണ്ണ് കാണാൻ പോകണല്ലേ? ഓക്കെ, ഇനി പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടുന്ന എന്റെ ബെസ്റ്റ് ആയ മസ്താനി തീരുമാനിക്കും ഞാൻ പെണ്ണിനെ കെട്ടണോ വേണ്ടെന്നൊക്കെ. ആദ്യം മസ്താനോട് ചോദിക്കും എങ്ങനെ ഉണ്ട് എന്ന്. ഈ മസ്താനി പറഞ്ഞാലേ ഞാൻ പെണ്ണിനെ കെട്ടുള്ളൂ. ആ മസ്താനിയുടെ തീരുമാനം അന്തിമമായിരിക്കും. ഇല്ല, മസ്താനിക്കാണുള്ളത്. മസ്താനി കെട്ടിക്കോന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടും. വേറെ ഓപ്ഷൻ ഇല്ല. മസ്താനി കെട്ടണ്ടെന്നാ മസ്താനിക്ക് ഇഷ്ടായില്ലേ പിന്നെ ഞാൻ പെണ്ണിനെ കിട്ടൂല. അപ്പൊ ഞാൻ അഭിപ്രായങ്ങൾ ഇതൊക്കെ നിങ്ങൾ വേണം പറയാന്. മസ്തുവോ അപ്പൊ കണ്ടല്ലേ? അപ്പൊ എന്നാ പെണ്ണാണാൻ പോവാണ്. എവിടുന്ന പാട്ട് കണ്ടോ? വസ്തു ഫ്രണ്ടിൽ പാട്ട് കേട്ടെന്ന് പറയണു. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. പെണ്ണ് കാണാതെ അകത്ത് കയറിയിട്ട് ഇരിക്കുകയാണ്. ആദ്യമായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. മസ്താനി ഇന്നേരെ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. നീയോ? അതല്ലേ, വന്നില്ല അല്ലേ?
പടി അതെ ആദ്യത്തെ അനക്ക് വേണ്ടിട്ട് ആദ്യത്തെ ഉമ്മ നിനക്ക് വേണ്ടിട്ട് ആദ്യത്തെ ഞങ്ങളെല്ലാവരും ഫ്രഷേഴ്സ് ആണ്. അപ്പൊ ഇനി അടുത്തൊന്ന് അപ്പൊ എന്നാ നമുക്ക് കുട്ടീനൊന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടീനെ കാണാം. കാണാമായിരുന്നല്ലേ? ആ കുട്ടീനെ കാണാം. സോണിയ കണ്ട് പഠിക്കാണ് എങ്ങനെയാണ് കാരണം അടുത്ത ആഴ്ച മുബാറക്കിന്റെ പെണ്ണാണ്. ഇവിടെ കണ്ട് പേടിക്കാണ്. മുബാറക്ക് എന്റെ മുണ്ടൂരി പോണ്ടോ സംശയം എടുക്കല് റെഡി ആയിട്ടില്ല. നാട്ടിക്കല്ലേ ഞാനാ മണവാളൻ. അതല്ലേ ഇത് പയ്യൻ അല്ല പയ്യന്റെ ഉപ്പ. ഇത് പയ്യന്റെ ഉമ്മ. ഇതാ ഇത് മണവാളന്റെ ബെസ്റ്റി. ഞാൻ ബെസ്റ്റിയുടെ കസിൻ. ചായ കുടിച്ചിട്ട് നീ വർത്താനം പറയാം. ചായ പലഹാരം നിന്നിട്ട് നീ വർത്താനം പറയാം. വന്നില്ല പലഹാരം. അതല്ലേ ഞാൻ ബൂസ്റ്റേ കുടിക്കാറുള്ളൂ. ചായ മതി. Cheers. കഴിക്കൂ കഴിക്കൂ ജിലേബി ലഡു കഴിക്കൂ. ഇപ്പൊ പോക്കറ്റ് ഇടല്ലേ. മുബാറക്കിന് സാധാരണ ഇവിടേക്ക് പോയാലും ഇതൊക്കെ പൊതിഞ്ഞുകൊണ്ടിട്ടാണ് ശീലം. പഠിപ്പിച്ചതാ. അതെ എന്തായാലും അല്ല ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ മാറി നിന്ന് സംസാരിച്ചോട്ടെ. ഞാൻ പണ്ട് അങ്ങനെ മാറുന്ന സംസാരിച്ചാണ് അല്ല സംസാരിക്കണം. സംസാരിക്കണം. നിർബന്ധ അതല്ലേ ആയിക്കോട്ടെ, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. വാപ്പയായിട്ട് സംസാരിച്ചിട്ട് ആഗ്രഹമല്ലേ? ആ അതെ, അത് വാപ്പാടെ ആഗ്രഹമായിരുന്നത്. വരികയെന്ന് പറഞ്ഞിരുന്നു. പരിപാടിക്ക് നീ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണം. ആരും കൊണ്ട് നോക്കരുത്. ബൈ ദ വേ കുട്ടിയുടെ ഗുഡ് നെയിം പ്ലീസ്. ഷഹല. ഷഹല. ശരിക്കുള്ള പേരുണ്ട്. ശരിക്കുള്ള പേര് ഷെയിൻഷാന്നാണ്. അപ്പൊ ഈ ശരിക്കുള്ള കുറച്ച് മണവാളനാവാൻ പോകുന്നു. എനിക്ക് റൊമാൻറ്റിക് ആയിട്ടൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. അപ്പൊ ഇതിനു മുന്നേ റൊമാൻസ് ഇല്ലല്ല, ആദ്യമായിട്ടല്ലേ പെണ്ണ് കാണാൻ വരുന്നത്. അപ്പൊ എനിക്ക് എന്താ സംസാരിക്കണമെന്ന് അറിയില്ല. റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഇപ്പൊ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു മരട്ടെ അല്ല എന്റെ റൊമാൻറ്റിക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. ആ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ഉമ്മ ചോദിക്കണേ കൊറേ പെൺകുട്ടികളോട്. അതുപോലെ ഇവിടെ ചോദിക്കാൻ പറ്റൂല. എന്താ അതൊക്കെ കല്യാണത്തിന് ശേഷം. ശേഷല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് എന്റെ റൊമാൻറ്റിക് അറിയണ അങ്ങനെയാണ്. ഇപ്പൊ ഏതുവരെ പഠിച്ചു? ഞാൻ PG വരെ മണവാളനോ. ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുണ്ടോ? സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ? അറിയാണോ? അല്ലല്ല, സത്യമായിട്ട് ഓക്കേ. പുഷ്പങ്ങളൊക്കെ ഇവിടെ നടന്നതാണോ? അല്ല എന്ത് ജോലി എന്താ? ജോലിയാ. ഞാൻ ഇങ്ങനൊക്കെ എന്തിനൊക്കെ മേച്ചടക്കുക എന്ന് പറഞ്ഞ നല്ല ജോലിയാണല്ലോ. വലിയ യൂട്യൂബറൊക്കെയാണ്. അതല്ലേ. അപ്പൊ മാറിന്ന് സംസാരിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ സിനിമയിലെ കണ്ടിട്ടുള്ളേ. ആ പിന്നെ നോക്കിയില്ലെങ്കിൽ പൊന്നു പോലെ നോക്കും. ലോക്കറി കൊണ്ടോ? ആ പണയം വെക്കുന്നേ. ഓക്കെ, നൈസ് ടു മീറ്റ് യു. കണ്ടില്ല അതൊന്നും പറയരുത്. വിശദമായിട്ട് കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ തീരുമാനിച്ചാൽ സംസാരിച്ചു. അല്ലാതെ പട അനുഭവം മോൾക്ക് ഉണ്ടാവും. അതാണ് പറയാനുള്ളത്. സംസാരിച്ചാൽ കുടുങ്ങിയ സംസാരിച്ചാൽ കുടുങ്ങിയത് മാത്രല്ല, തല പോയിട്ട് ഇതിന്റെ ഉള്ളിൽ ഉപ്പ് എത്ര വട്ടം പെണ്ണ് കണ്ടിട്ടുണ്ട്? ഒറ്റവട്ടം. ആണോ? ഞാനും ഒറ്റവട്ടം. അതെ, ആദ്യമായിട്ട് കാണുന്നത്. അതാണ് ക്രഷായി. ആയിക്കോട്ടെ, തോട്ടത്തിൽ എനിക്ക് ഇഷ്ടായി. എന്നാ ആയിക്കോട്ടെ, എന്നാ ഇനി കാരണന്മാരെ തീരുമാനിക്കട്ടെ. പെണ്ണിന് ഇഷ്ടായിണ്ട്. നീ എന്ത് ചെയ്യുന്നുണ്ട്? പെണ്ണിനെ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ വേണ്ടത്? ചിരിക്കാണത്. എനിക്ക് അറിയാത്തോണ്ടാണ് ചോദിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? അത് നോക്കി നോക്ക്. നടത്തിക്കാണോ വേണ്ടത്? ആ പരിപാടി നടന്നോട്ടെ. ചട്ടുകാരുണ്ടോ നടത്തി നോക്കാൻ അറിയോ? ഇല്ലേ? നിങ്ങൾ രണ്ടാളും കൂടി നോക്ക്. അറിയോ?
നടത്തിക്കണം. നടത്തിച്ച് നോക്ക്. കെട്ടിയതിന് ശേഷം പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ട് നടന്നു. അതെ വിടുവാ വിടുവാ. അതെ ഇവർക്ക് ഇപ്പൊ പെണ്ണിന് ഇഷ്ടമായിട്ട് ചട്ടുകാലുണ്ടോ നോക്കാൻ എന്തൊക്കെ പറഞ്ഞ ചടങ്ങുണ്ടേ. അപ്പൊ അതൊന്ന് നടന്നു നോക്കണം എന്നാ പറയണത്. അതില് മസ്താനി പിടിക്കുക. നോക്കാൻ എന്ത് ചെയ്ത് ഒക്കെ പരിശോധിക്കാൻ മസ്താനെ കൊടുന്നതിനെ വെച്ചിട്ട് അറിയോ? ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടിട്ടാണ്. മസ്തു അടിമുടി ഒന്ന് പരിശോധിച്ചു. ഒന്ന് നടത്തിച്ച് ഉമ്മ നോക്കിക്കോ. ഒന്ന് അതുവരെ നടക്ക്, അതുവരെ നടക്ക്. എന്നാ നടത്തത്തിന് സ്ലോ മോഷൻ. ഇതിപ്പോ ആർക്ക് ചട്ടുകാലി മക്കൾ വെക്കുന്ന മസ്താനിക്ക് ചട്ടുകാലുണ്ടാവുന്ന. നമ്മുടെ മോൾക്ക് ഒരു കുഴപ്പമില്ല. മസ്താനിക്ക് എന്തൊരു കുഴപ്പമില്ല. മോൾക്കൊരു കുഴപ്പമില്ല. മസ്താനിക്ക് മാത്രമാണ് ഒരു സംശയമുള്ളത്. അപ്പൊ അതും കഴിഞ്ഞു. അതും കഴിഞ്ഞു. അപ്പൊ അതൊക്കെ അനുസരിച്ച് ഇനിയിപ്പോ നമുക്ക് ഇനി ഉറപ്പിക്കും കാര്യങ്ങൾ പാലിച്ച് പറയാം. ഉപ്പാ അതൊന്നുണ്ടാവും വന്നോളെ. വരും വരും. ഇപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്കും ഇഷ്ടമായ നിലക്ക് ഈ കാര്യം ഉറപ്പിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. ശരി, അപ്പൊ ഞാൻ എൻഗേജ്മെന്റ് ഡേറ്റ് ഒക്കെ നമുക്ക് ഈ വഴി തീരുമാനിക്കാം. തീരുമാനിക്കാം.